ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 9 രണ്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. മഹാർണവവിഘൂർണിതം കമലമേവ തത്കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്വിദിദമംബുജം സമജനീതി ചിന്താമഗാത്. കഴിഞ്ഞ ശ്ലോകത്തിൽ താമരപ്പൂവിൻ്റെ ഉദ്ഭവസ്ഥാനം കണ്ടെത്താനുള്ള ആകാംക്ഷയാൽ മുഖം 4 ദിക്കിലേക്കും തിരിച്ചു നോക്കിയ ബ്രഹ്മാവിന് 4 മുഖങ്ങൾ ഉണ്ടായതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. മഹാർണവ വിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ. മഹാർണവ വിഘൂർണിതം. മഹാർണവം, മഹാ എന്നാൽ വലിയ, അർണവം എന്നാൽ സമുദ്രം. മഹാർണവം, ആ മഹാസമുദ്രത്തിൽ, ആ മഹാകാരണപ്രളയജലത്തിൽ വിഘൂർണിതം ആടിയുലയുന്ന അല്ലെങ്കിൽ ചാഞ്ചാടുന്ന കമലം ഏവ, കമലം താമരപ്പൂവ്, ഏവ ഇപ്രകാരം, തത് അത്, കേവലം ഒറ്റയ്ക്ക് തന്നെ, വിലോക്യ കണ്ടിട്ട്, ഇപ്രകാരം ആ വലിയ സമുദ്രത്തിൽ, ആ കാരണപ്രളയജലത്തിൽ മറ്റൊരു ആശ്രയവുമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ആടിയുലയുന്ന ആ താമരപ്പൂവിനെ വിലോക്യ കണ്ടിട്ട്, തദുപാശ്രയം തവ തനും തു നാലോകയൻ. തദുപാശ്രയം, തത് അതിൻ്റെ, ഉപാശ്രയം ആശ്രയമായിട്ടുള്ളത്, തവ തനും തു അങ്ങയുടെ ശരീരം, തവ തനും, തവ അങ്ങയുടെ, തനും ദേഹം അല്ലെങ്കിൽ ശരീരം. അതായത് ഇപ്രകാരം മറ്റൊരു ആശ്രയവുമില്ലാതെ ആ വലിയ സമുദ്രത്തിൽ ഒറ്റയ്ക്ക് ആടിയുലയുന്ന ആ താമരപ്പൂവിൻ്റെ ഉദ്ഭവസ്ഥാനം എന്തായാലും അങ്ങു തന്നെ ആയിരിക്കും എന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെ തവ തനും തു അങ്ങയുടെ ദേഹത്തെ, തു ആകട്ടെ, നാലോകയൻ അനാലോകയൻ ആണ്, കാണാഞ്ഞിട്ട്. ആലോകയൻ എന്നാൽ കണ്ടിട്ട്, നാ ആലോകയൻ കാണാഞ്ഞിട്ട്. ഒറ്റയ്ക്ക് ആ മഹാസമുദ്രത്തിൽ ആടിയുലയുന്ന ആ താമരപ്പൂവിൻ്റെ ആശ്രയം ഭഗവാൻ തന്നെ ആയിരിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയെങ്കിലും അങ്ങയുടെ ദേഹത്തെ ആകട്ടെ അവിടെ എങ്ങും കാണാഞ്ഞിട്ട്, കയേഷ കമലോദരേ മഹതി നിസ്സഹായോഹ്യഹം. കയേഷ ആരാണ് ഈ ഞാൻ, കമലോദരേ മഹതി, മഹതി വലിയ അല്ലെങ്കിൽ വിസ്താരമേറിയ, കമലോദരെ കമലത്തിൻ്റെ ഉദരത്തിൽ, താമരപ്പൂവിൻ്റെ ഉള്ളിൽ, ഈ വിസ്താരമേറിയ താമരപ്പൂവിൻ്റെ ഉള്ളിൽ, നിസ്സഹായോഹ്യഹം നിസ്സഹായഹ നിസ്സഹായനായിട്ട്, നിരാശ്രയനായിട്ട്, ആരുടെയും ഒരു സഹായവും ലഭിക്കാത്തവനായിരിക്കുന്ന ഹി, നിസ്സഹായഹ ഹി നിസ്സഹായനായിരിക്കുന്ന, അഹം ഈ ഞാൻ, കയേഷ അഹം ആരാണ് ഈ ഞാൻ, ഈ വിസ്താരമേറിയ താമരപ്പൂവിൻ്റെ നടുവിൽ യാതൊരാശ്രയവുമില്ലാതെ ഏകാഗിയായിരിക്കുന്ന ഈ ഞാൻ ആരാണ്. കുതഹ സ്വിദിദമംബുജം സമജനീതി ചിന്താമഗാത്. കുതഹ എവിടെ നിന്നാണ്, സ്വിദിദം സ്വിത്, ഇദം അംബുജം, സ്വിത് ആവോ, കുതഹ സ്വിത് എവിടെ നിന്നാണ്, ആവോ, ഇദം അംബുജം ഈ അംബുജം ഈ താമരപ്പൂവ്, സമജൻ നീതി സമജനി ഇതി സമജനി ഉദ്ഭവിച്ചത്, ഇതി എന്നിപ്രകാരം, ചിന്താം അഗാത് ചിന്താം ചിന്തയെ, അഗാത് പ്രാപിച്ചു. എവിടെ നിന്നാണ് ആവോ ഈ താമരപ്പൂവ് ഉദ്ഭവിച്ചത് എന്നിപ്രകാരം ബ്രഹ്മദേവൻ ചിന്തയിൽ മുഴുകി.
ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം ആ വലിയ സമുദ്രത്തിൽ, ആ കാരണപ്രളയ ജലത്തിൽ മറ്റൊരു ആശ്രയവുമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ആടിയുലയുന്ന ആ താമരപ്പൂവിനെ കണ്ടിട്ട് ആ താമരപ്പൂവിൻ്റെ ആശ്രയം ഭഗവാൻ തന്നെ ആയിരിക്കും എന്ന് തീർച്ചപ്പെടുത്തിയെങ്കിലും ഭഗവാന്റെ ദേഹത്തെ ആകട്ടെ അവിടെയെങ്ങും കാണാഞ്ഞിട്ട് ഈ താമരയുടെ ഉള്ളിൽ, ഈ വിസ്താരമേറിയ താമരയുടെ ഉള്ളിൽ നിസ്സഹായനായി ഏകാഗിയായി ഇരിക്കുന്ന ഈ ഞാൻ ആരാണ്, എവിടെ നിന്നാണ് ആവോ ഈ താമരപ്പൂവ് ഉദ്ഭവിച്ചത് എന്നിപ്രകാരം ബ്രഹ്മാവ് ചിന്തയിൽ മുഴുകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മഹാർണവവിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോഹ്യഹം കുതസ്വിദിദമംബുജം സമജനീതി ചിന്താമഗാത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. മഹാർണവവിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തുനാലോകയൻ കയേഷ കമലോദരേ മഹതി നിസ്സഹായോഹ്യഹം കുതസ്വിദിദമംബുജം സമജനീതി ചിന്താമഗാത്. മൂന്നാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.